ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SSC റെയിൽവേ എക്സാംസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, GK സീരീസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെഷൻ ഫോക്ക് ഡാൻസസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. ഫോക്ക് ഡാൻസിന് മുമ്പ് ക്ലാസിക്കൽ ഡാൻസസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് വീഡിയോസ് കാണാത്തവർ മസ്റ്റായിട്ടും കാണുക. കാരണം സ്റ്റാറ്റിക് GKയിൽ വെയിറ്റേജ് കൂടിയ ടോപ്പിക്സ് ആണ് ഫോക്ക് ഡാൻസും അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിൽ വരുന്ന ഫോക്ക് ഡാൻസും ക്ലാസിക്കൽ ഡാൻസും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് അല്ലെ കറണ്ട് അഫയേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള GK എന്നുള്ളൊരു വ്യൂ പോയിന്റിൽ നിന്നാണ് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് സ്കീംസ്, അത് ഒരുപോലെ കറണ്ട് അഫയേഴ്സിനും അതുപോലെ തന്നെ വരാനിരിക്കുന്ന എക്സാംസിന് GK പാർട്ടിലും ഹെൽപ്പ് ചെയ്യുക. അതായത് കൂടുതൽ ഈ സ്കീംസ് എന്ന് പറയുന്ന എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് സ്കീംസിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞായിരുന്നു, ഇതെൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തൊരു മസ്റ്റായിട്ടും പോയി കാണുക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്, ഫോക്ക് ഡാൻസിനെ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഗവൺമെൻറ് സ്കീംസ്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന, SSC ആയാലും റെയിൽവേ ആയാലും പ്രതീക്ഷിക്കാവുന്ന സെക്ഷനാണ്. അപ്പം നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് GK, ഇപ്പം നിങ്ങൾക്ക് GK പഠിക്കാനായിട്ട്, അതായത് പൊതുവേ ഇപ്പം മാത്സ് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള പിള്ളേർക്കാണെങ്കിൽ GK എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചെറിയ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് പൊതുവെ ഇപ്പോൾ എനിക്കായാലും GK പഠിക്കുക കുറേ നേരം, നമുക്കിപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആയാലും GK ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റാണ്, പക്ഷേ ജോലി വേണം, എന്തായാലും ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ മാത്സ് അതുപോലുള്ള പിള്ളേർ കാണും, പക്ഷേ കൂടുതലും GK ഇരുന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ നോട്ട് കണ്ട് എഴുതുന്നവരാണെങ്കിലോ എങ്ങനെയായാലും ഫസ്റ്റ് നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് നോട്ട് എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ പറയുന്ന അയാളുടെ പ്രസൻറ്റ് ചെയ്യുന്നത് കാണും, അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുക്കും, കേൾക്കും. അപ്പോൾ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ 3 തവണ പ്രോസസ്സ് ചെയ്യും നിങ്ങളുടെ ബ്രെയിനിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു പഠിത്തം ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കിടക്കും, പക്ഷേ സമയമെടുക്കും. ഇനി അങ്ങനെയല്ല, ബുക്സ് വായിച്ച് ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിഫേർഡ് ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ലൂസൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ തരുൺ ഗോയൽ ഉണ്ട്. ഈ 2 ബുക്സും വായിച്ചിട്ട്, അതായത് വായനാശീലം ഉള്ളവർക്കാണെങ്കിൽ ഇത് തരുൺ ഗോയൽ എന്ന് പറയുന്നത് UPSCയുടെ എസ്പെഷ്യലി ഒരു ഫാക്കൽറ്റിയാണ്, GSൻ്റെ. പക്ഷേ അതേ ഈ ബുക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത് തരുൺ ഗോയൽ GK ഡിസൈൻ ചെയ്തേക്കുന്നത് എസ്പെഷ്യലി ഫോർ ബാക്കി UPSC അല്ലാത്ത എക്സാംസിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വായിക്കുകയാണെങ്കിൽ ബുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലൂസിൻ്റെ ഡിസൈനിങ് അത്ര പോരാ, പക്ഷേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ബുക്സ് വായിച്ചിട്ടുള്ളവർക്കാണ് ബുക്ക് പെട്ടെന്ന് സമയം കുറയും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുക്ക് വായിക്കുന്ന ശീലമുള്ളവർക്കാണ് ആക്ച്വലി ഏറ്റവും നല്ല മെത്തേഡ് ബുക്ക് വായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം കുറയും, പക്ഷേ വീഡിയോ ഫോർമാറ്റ് ആണെങ്കിൽ സമയം കൂടുമെന്നുള്ളൂ നിങ്ങൾക്ക്, പക്ഷേ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. ഇനി GK നിങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ GK ആയാലും മാത്സ് ആയാലും ഇൻട്രസ്റ്റ് കുറഞ്ഞ സബ്ജക്റ്റാണ്, ഇടവേളകൾ കൂട്ടിയിട്ട് സമയം കുറയ്ക്കണം. അതായത് ഇപ്പോൾ ഒരു 30 മിനിറ്റ് ഇരുന്നാൽ മതി, എന്നിട്ടൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് 30 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, അങ്ങനെ ഒരു 4 സെഷൻ ആകുമ്പോൾ നിങ്ങൾ 2 മണിക്കൂർ പ്രൊഡക്റ്റീവായിട്ട് GK പഠിക്കും. അങ്ങനെ 4 സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് 20 മിനിറ്റ് ഒരു ലോങ് ബ്രേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അതാകുമ്പോൾ ഒരു സെഷൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് മടുപ്പ് വന്നു കഴിഞ്ഞാൽ, കാരണം പലപ്പോഴും നമ്മൾ ആലോചിക്കാറില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു സെഷനിൽ പഠിച്ചതിൻ്റെ ഇത്രയും കണ്ടൻറ്റ് ഞാൻ പഠിച്ചു എന്നുള്ളതല്ല നമ്മുടെ തലയിൽ വരുന്നത്, പക്ഷേ ഇതുപോലെ ഇനി അടുത്ത സെഷനും ഇരിക്കണമെന്നുള്ള മടുപ്പ് വന്നു കഴിഞ്ഞാൽ, ആ ഒരു ഫാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ലാത്തത് അതിൻ്റെ ഇടവേള കൂട്ടിയിട്ട്, അതായത് 30 മിനിറ്റിൻ്റെ ഒരു സെഷൻ ആക്കിയിട്ട് അങ്ങനെ പല സെഷൻസിൽ പഠിക്കുക. കാരണം ഇത്ര മണിക്കൂർ പഠിച്ചാൽ മതി എന്നല്ല, ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ടും പഠിക്കാൻ നോക്കുക. അപ്പം ബ്രേക്കും കൂടെ വരാൻ നേരം നിങ്ങളൊരു സെഷനിൽ പഠിച്ച കാര്യങ്ങൾ ആലോചിക്കും, അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനും നിങ്ങൾക്ക് തന്നെ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ 30 മിനിറ്റ് ബ്രേക്കിൽ 30 മിനിറ്റ് സ്റ്റഡി സെഷൻ 4 ഫോളോ ചെയ്യുക, ഓരോന്നിനും ഇടയ്ക്ക് 10 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ടൊരു ലോങ് 20 മിനിറ്റ് ബ്രേക്കിൽ പോവുകയാണെങ്കിൽ GK നിങ്ങൾക്ക് സ്മൂത്തായിട്ട് വരും. നമ്മുടെ വീഡിയോ ഡിസൈൻ ചെയ്തേക്കുന്നതും ഏകദേശം അങ്ങനെയാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്, അരമണിക്കൂർ 20 മിനിറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ 30 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് GK എന്ന് വെച്ചാൽ ഒരു ലോഡ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്കീംസിലോട്ട് കിടക്കാൻ സമയം അധികം കളയുന്നില്ല. അപ്പോൾ നോക്കിയേ, അടുത്ത ഗവൺമെൻറ് സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ജൻ ധൻ യോജനയാണ്. ആൻഡ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ അവർ പ്രൈം മിനിസ്റ്റർ ഓൺ August 28, 2014. അപ്പോൾ 2014 August 28 നമ്മുടെ പ്രധാനമന്ത്രി ലോഞ്ച് ചെയ്ത സ്കീമാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന. നമ്മൾ മുമ്പുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിലൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ പ്രധാനമന്ത്രി ജൻ ധൻ അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി ജൻ ധൻ യോജന എന്താണെന്ന് നെക്സ്റ്റ് സെഷനിൽ നോക്കാവുന്നു. അപ്പോൾ നോക്കിയാൽ അതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് 2014 August 28 and it is run by Department of Financial Services of the Ministry of Finance, and this scheme has an option for opening new bank accounts with a zero balance. അതായത് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട്സ് നമ്മുടെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിലും ഒക്കെ തുറക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതിനുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റൺ ബൈ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്? കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന പല സ്കീമിനും ചിലപ്പോൾ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഫാർമേഴ്സിനെ ടാർഗറ്റഡ് ആയിട്ടുള്ള സ്കീംസ് കാണും. അപ്പോൾ അതിന് ഓരോന്നും ഓരോ മിനിസ്ട്രി ആയിരിക്കും. ഈ കേസിൽ ഏതാണ്? പ്രധാനമന്ത്രി ജൻധൻ
യോജന എന്ന് പറയുന്നത് റിലേറ്റഡ് ടു മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ് ആരാ? നിർമ്മല സീതാരാമൻ. അതെല്ലാവർക്കും അറിയാവുന്ന പേരല്ലേ. പിന്നെ ഈ സ്കീമിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആൻഡ് എനിവൺ ഹു ഈസ് എൻ ഇന്ത്യൻ സിറ്റിസൺ എബവ് 10 years ഓഫ് ഏജ് ഗ്യാപ്പ് നോക്കിക്കോണേ, 10 years ഓഫ് ഏജ് ആൻഡ് ഡസ് നോട്ട് ഹാവ് എ ബാങ്ക് അക്കൗണ്ട് ക്യാൻ ഓപ്പൺ ദി അക്കൗണ്ട് വിത്ത് സീറോ ബാലൻസ്. അതായത് ഇതുവരെ ഒരു ബാങ്ക് അക്കൗണ്ടും തുടങ്ങാത്ത എന്നാൽ 10 വയസ്സിന് മണ്ടയിലുള്ള ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഈ സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നോക്കിയേ, അക്കൗണ്ട് ഹോൾഡേഴ്സ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് റുപേ ക്രെഡിറ്റ് കാർഡ് ഇൻ അഡീഷൻ ടു ആൻ ആക്സിഡൻ്റൽ കവറേജ് ഓഫ് ₹1 lakh ടു ബി ഗിവൺ ബൈ HDFC ERGO. അതായത് HDFC ERGO എന്ന് പറയുന്നത് ഒരു ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനിയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ CEO എന്ന് പറയുന്നത്, അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് റിതേഷ് കുമാറാണ്. കറണ്ട് അഫയേഴ്സിൽ ചിലപ്പോൾ ചോദിക്കും റിതേഷ് കുമാർ. അദ്ദേഹം 2008 മുതൽ അങ്ങോട്ട് പ്രസൻ്റ് ആണ്. അപ്പോൾ HDFC ERGO എന്ന് പറയുന്ന ഇൻഷുറൻസ് പ്രൊവൈഡിങ് കമ്പനിയാണ് ഈ ഒരു സ്കീമിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ആൻഡ് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഒരു റുപേ ക്രെഡിറ്റ് കാർഡും കൂടെ കൊടുക്കുന്നതായിരിക്കും. ഇൻ അഡീഷൻ ടു ഇതിൻ്റെ ആക്സിഡൻ്റൽ കവറേജ് എത്ര രൂപയാണ്? ₹1 lakh പ്രൊവൈഡഡ് ബൈ ആര്? HDFC ERGO കമ്പനി. ആൻഡ് ദോസ് ഹു ഓപ്പൺഡ് അക്കൗണ്ട്സ് ബൈ ജനുവരി 26, അതായത് 2014 ഈ സ്കീം തുടങ്ങിയെന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ 2015 ജനുവരി 26 പ്രത്യേകത എന്താ? റിപ്പബ്ലിക് ഡേ അല്ലേ. അതായത് ജനുവരി 26 റിപ്പബ്ലിക് ഡേ 2015 ഈ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നവർക്ക് 1 ലക്ഷം ആക്സിഡൻറ്റ് കവറേജ് അല്ലെങ്കിൽ ഓവർ ആൻഡ് 1 lakh ആക്സിഡൻറ്റ്സ് ഇൻഷുറൻസ് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് വിൽ ബി ഗിവൺ ബൈ ലൈഫ് ഇൻഷുറൻസ്, അല്ലെ വിൽ ബി ഗിവൺ എ ലൈഫ് ഇൻഷുറൻസ് കവർ ഓഫ് റുപ്പീസ് എത്ര രൂപ? 30,000 രൂപ. അതായത് ജനുവരി 26, 2015 ഈ സ്കീമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആയിട്ടുള്ള 1 ലക്ഷം രൂപയും അതല്ലാതെ LIC നമ്മൾ ഈ HDFC ERGO പ്രൊവൈഡ് ചെയ്യുന്ന ആക്സിഡൻറ്റ് ഇൻഷുറൻസ് 1 ലക്ഷം രൂപയാണ്. അത് കൂടാതെ LIC 30,000 രൂപ വരെ ലൈഫ് ഇൻഷുറൻസും കൂടെ കവർ ചെയ്യും ഈ സ്കീമിൽ. ആൻഡ് ആഫ്റ്റർ 6 months ഓഫ് ഓപ്പണിംഗ് ഓഫ് ദ ബാങ്ക് അക്കൗണ്ട് പിന്നെ എന്താണ് പറയുന്നത്? ഹോൾഡേഴ്സ് ക്യാൻ അവൈൽ ₹5,000 ഓവർ ഡ്രാഫ്റ്റ് ഫ്രം ദ ബാങ്ക്. അതായത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി 5,000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. എത്ര മാസത്തിന് ശേഷം? 6 മാസം. ബാങ്ക് അക്കൗണ്ട് നമ്മൾ ജൻധൻ യോജന അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 6 മാസത്തിന് ശേഷം. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത സ്കീം നോക്കാം. പ്രധാനമന്ത്രി ജൻധൻ യോജന കഴിഞ്ഞ് അത് മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം, കാരണം അതിനെ റിലേറ്റ് ആയിട്ടുള്ള മറ്റ് സ്കീംസും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇനി പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന നോക്കിക്കേ, അതും is launched by our Pradhanamantri in 2016, and it is a welfare scheme of Government of India, and there is set a target of our target in the scheme in the main agenda aim എന്ന് പറയുന്നത് എന്തായിരുന്നു? 5 crore LPG connections to be distributed to the BPL households, അതായത് ബിലോ പോവർട്ടി ലൈനിൽ, അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടക്കുന്ന ഇന്ത്യയിലൊട്ടാകെ വരുന്ന ഹൗസ് ഹോൾഡ്സിന് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഏകദേശം ഒരു 5 കോടി LPG കണക്ഷൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ള എയിമോട് കൂടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി 2016 ഏത് സ്കീം ലോഞ്ച് ചെയ്തത്? പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ലോഞ്ച് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ മെയിൻ എയിം വേറൊരു കാര്യം കൂടെ, ടു എംപവർ വുമൻ ആൻഡ് പ്രൊട്ടക്ട് ദെയർ ഹെൽത്ത്, റെഡ്യൂസിങ് ദ സീരിയസ് ഹെൽത്ത് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് കുക്കിംഗ് ബേസ്ഡ് ഓൺ ഫോസിൽ ഫ്യൂവൽസ്. അതായത് ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഉള്ള അപകട സാധ്യതകളെ കുറയ്ക്കാനും, അതായത് വിമനെ എംപവർ ചെയ്യുന്നതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് അവരുടെ ഹെൽത്ത് ഹസാർഡ്സ് റെഡ്യൂസ് ചെയ്യാനും അവരുടെ ഒരു ഓവറോൾ ഗ്ലോറി കൂട്ടാനും വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഈ സ്കീം കംപ്ലീറ്റഡ് ആയ സ്കീമാണ്. അതായത് 2018 ഇപ്പോൾ റണ്ണിങ് അല്ല, ഈ സ്കീം കംപ്ലീറ്റ് ആയത് 2018 ആയത്. അതിൻ്റെ ഒബ്ജക്റ്റീവ് 5 crore LPG കണക്ഷൻസ് ഉള്ളത് അവർ നേടിയെടുത്തു. അതുകൊണ്ട് 2018 ഓഗസ്റ്റിൽ 2 വർഷത്തിനുള്ളിൽ തന്നെ അവർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ നെക്സ്റ്റ് സ്കീം നോക്കിയേ, പ്രധാനമന്ത്രി കിസാൻ മാൻ ധൻ യോജന. അപ്പോൾ കിസാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഫാർമേഴ്സിന് വേണ്ടിയുള്ള സ്കീമാണ്. ഈ സ്കീം കൂടുതലും ഇടത്തരം ഫാർമേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇടത്തരം എന്ന് കേൾക്കുമ്പോൾ അവരുടെ ലാൻഡ് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടേണ്ട, കാരണം ഏകദേശം 2 hectares ഓഫ് കൾട്ടിവബിൾ ലാൻഡ്, അതായത് കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള 2 hectares ഓഫ് ലാൻഡ് ഉള്ള ഇടത്തരം ഫാമേഴ്സിന് കൊടുക്കുന്ന സ്കീമാണല്ലോ, അവരെ മുൻനിർത്തിയുള്ള സ്കീമാണ് പ്രധാനമന്ത്രി കിസാൻ മാൻ ധൻ യോജന. ആൻഡ് ഇത് അവൈൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇത് സ്കീമിൽ ചേരണമെങ്കിൽ എത്ര വയസ്സിനിടയിലായിരിക്കണം? 18 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്കായിരിക്കും പ്രധാനമന്ത്രി കിസാൻ മാൻ ധൻ യോജനയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന. ആൻഡ് ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്, അവർക്ക് കൾട്ടിവബിൾ ആയിട്ടല്ല കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഏകദേശം ഒരു 2 hectares ഓഫ് ലാൻഡ് മിനിമം വേണം. ആൻഡ് ഈ സ്കീം ലോഞ്ച് ചെയ്തത് 2019 സെപ്റ്റംബർ 12 2019 സെപ്റ്റംബർ 12 ബൈ അവർ പ്രൈം മിനിസ്റ്റർ അറ്റ് റാഞ്ചി, ജാർഖണ്ഡ്.
ആൻഡ് ഇതിൻ്റെ ഈ ഒരു സ്കീമിൽ മെമ്പർ ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ക്യാൻ ബിക്കം എ മെമ്പർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ കിസാൻ മാൻ യോജന സ്കീം മാനേജ്ഡ് ബൈ, ഇത് ആരാണ്, ഏത് ഓർഗനൈസേഷനാണ്, ഏത് ഇൻഷുറൻസ് ഓർഗനൈസേഷനാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഗവൺമെൻറ് ആണ് ബാക്ക് ചെയ്യുന്നെങ്കിലും ഇത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് LIC ആയിരിക്കും, അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആയിരിക്കും ഇതിനെ മാനേജ് ചെയ്യുന്നത്. ആൻഡ് ദി മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു മേക്ക് എ മന്ത്ലി കോൺട്രിബ്യൂഷൻ ടു ദി പെൻഷൻ ഫണ്ട് ബിറ്റ്വീൻ 55 മുതൽ 200 രൂപ വരെയുള്ള 200 വരെയുള്ള ഏതെങ്കിലും ഒരു രൂപ നമ്മൾ മന്ത്ലി ഡെയിലി അല്ലെങ്കിൽ എല്ലാ മാസവും മാസാവസാനം അടച്ചുകൊണ്ടിരിക്കണം ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട്, വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഈക്വൽ കോൺട്രിബ്യൂഷൻ ബൈ ദ ഗവൺമെൻറ്. അതായത് സെൻട്രൽ ഗവൺമെൻറ് നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ആ ഒരു ഈക്വൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഈ സ്കീമിനായിട്ട്. പിന്നെ നോക്കിയേ, LIC പ്രൊവൈഡ്സ് ആൻ അഷ്യൂർഡ് മന്ത്ലി പെൻഷൻ ഓഫ് ₹3000 ടു ദ ഫാമേഴ്സ് ആഫ്റ്റർ ദി ഏജ് ഓഫ് 60 years. അതായത് ഫാമേഴ്സിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. കാരണം നമ്മുടെ വിശപ്പകറ്റുന്നവരാണ്. ആ ഒരു ഇതിൽ വെച്ചിട്ട് അവർക്ക് 60 വയസ്സ് എപ്പോൾ ആവുന്നോ അപ്പം മുതൽ അവർക്ക് ഉറപ്പായിട്ട് മാസം 3000 രൂപ വെച്ചിട്ട് പെൻഷൻ എന്ന രീതി LIC പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അലോങ് വിത്ത് ദ ബെനിഫിഷ്യറി ദ സ്പൗസ് ഈസ് ഓൾസോ എലിജിബിൾ ഫോർ ദ സ്കീം ആൻഡ് ക്യാൻ ഗെറ്റ് എ സെപ്പറേറ്റ് പെൻഷൻ ഓഫ് 3000 രൂപ. അതായത് നമ്മൾ ബെനിഫിഷ്യറി, അതായത് ഈ പൈസയുടെ അവകാശം അല്ലെങ്കിൽ കൈപ്പറ്റുന്ന ആൾ കൂടാതെ അദ്ദേഹത്തിൻ്റെ സ്പൗസിനും കമ്പൽസറി ആയിട്ടൊരു പെൻഷൻ, സെപ്പറേറ്റ് പെൻഷൻ സ്കീം കാണും. അതും ഈ സെയിം 3000 രൂപ തന്നെ ആയിരിക്കും എപ്പോൾ ഇവർ 60 വയസ്സ് അറ്റൈൻ ചെയ്യുമ്പോൾ. പിന്നെ കുറച്ച് ഫാമേഴ്സിന്, ഈ എല്ലാ ഫാമേഴ്സിനും ഈ ഒരു കാറ്റഗറി പെടുത്താൻ പറ്റത്തില്ല. കുറച്ച് എലിജിബിൾ അല്ലാത്ത ആൾക്കാരുണ്ട്, അത് ആരൊക്കെയാണ് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തേക്കണേ. ഫാമേഴ്സ് ഹു ആർ നോട്ട് എലിജിബിൾ. ഒന്നാമത്തെ കാറ്റഗറി ആരാ? ദോസ് ഹു ആർ ഓൾറെഡി രജിസ്റ്റേർഡ് അണ്ടർ നാഷണൽ പെൻഷൻ സ്കീം, അല്ലെങ്കിൽ NPS രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാമേഴ്സിന് ഇത് പറ്റില്ല. പിന്നെ ഏതാ? ഒന്ന് NPS, പിന്നെ ESIC, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ എംപ്ലോയീസ് ഫണ്ട് ഓർഗനൈസേഷൻ സ്കീം. ഈ സ്കീമിലും NPS ജോയിൻ ചെയ്തവർക്ക് ഇത് പറ്റില്ല. കാരണം ഓൾറെഡി ആ സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് ഇതുപോലെ സിമിലർ ആയിട്ടുള്ളത് ഇവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ട്. പിന്നെ പ്രധാനമന്ത്രി ലഘു വ്യാപാരി മൻ ധൻ യോജന, അതും ആൻഡ് പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ യോജന, നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ അതേ ടോപ്പിക്ക്, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പം ഈ പ്രധാനമന്ത്രി ലഘു വ്യാപാരിമൻ ധൻ യോജനയും പ്രധാനമന്ത്രി ശ്രം യോഗിമാൻ യോജനയും ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് നടക്കുന്നത്? മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അപ്പം മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആരാ? മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഭൂപേന്ദർ യാദവ് ആണ്. ഭൂപേന്ദർ യാദവ്. ഇദ്ദേഹം തന്നെയാണ് ഏതിൻ്റെ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇദ്ദേഹത്തിൻ്റെ 2 വകുപ്പുകളുണ്ട്, അത് ആലോചിച്ചോണം. ഓക്കെ, അപ്പോൾ ഈ സ്കീംസിലുള്ളവർക്ക് ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ മൻ ധൻ യോജന ചേരാനായിട്ട് പറ്റില്ല, അത് നോട്ട് ചെയ്തോണം. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ സ്കീം നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സസിന് ശേഷം ഈ നോളജ് എഫക്റ്റീവ് ആയിട്ടൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ കൺസെപ്റ്റിലാണ് ബേസിക് സർക്കിൾസ് നിങ്ങൾക്ക് സെക്കൻഡ് സെക്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ബേസിക് സർക്കിൾസിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു മെൻറ്റർ കാണും. അപ്പോൾ മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടി നിങ്ങളെ സർക്കിൾസായിട്ട് ഗ്രൂപ്പ് ആക്കി ഇരുത്തി ഒരു എഫക്റ്റീവ് ഡിസ്കസ്ഡ് സ്റ്റഡി എന്നുള്ളൊരു പ്ലാനിലായിരിക്കും ബേസിക് സർക്കിൾസ് പോകുന്നത്. അതിനുശേഷം വരുന്നതായിരിക്കും എക്സ്ട്രീം സർക്കിൾ നിങ്ങളെ ഗ്രൂപ്പ് ആക്കി നിങ്ങളുടെ എലിജിബിലിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തി നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ നോക്കി നിങ്ങളെ എക്സ്ട്രീം സർക്കിളിൽ എടുത്തിട്ട് നിങ്ങളുടെ സ്കോറിനനുസരിച്ച് നിങ്ങളെ സർക്കിൾസും ഗ്രൂപ്പും ആക്കിയിട്ട് അവിടെയും കമ്പൈൻ സ്റ്റഡി പോലെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടി മെയിൻസ് ലെവൽ പ്രിപ്പറേഷൻ ആയിരിക്കും. അവിടെ നിങ്ങൾക്ക് ഒരു മെൻറ്റർ സപ്പോർട്ട് കാണും. ആൻഡ് നെക്സ്റ്റ് ഇത് സൂപ്പർ ബാച്ചിൽ ഓരോ എക്സാംസിൻ്റെ ഓരോ ടയറിനും അല്ലെങ്കിൽ ഓരോ മെയിൻസ് ആണോ പ്രിലിംസ് ആണോ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 2 വീക്സ് എങ്കിലും മിനിമം ബിഫോർ തരുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചായിരിക്കും സൂപ്പർ ബാച്ച്. അവിടെ ഒരു മോക്ക് മെറ്റീരിയൽ ആയിരിക്കും തരുന്നത്. അവിടെയും നിങ്ങൾക്ക് സർക്കിൾസായിട്ടും ഒപ്പം മെൻറ്ററിൻ്റെ സപ്പോർട്ടോടുകൂടിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റേജ് ഈസ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ് എന്ന് പറയും. അപ്പോൾ റിപ്പിൽ ബേസിക്കലി ഇൻ കേസ് ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ 1-2 മാർക്കിനൊക്കെ പോയി എങ്കിൽ അതിന് ശേഷം നമ്മുടെ ആ പ്രിപ്പറേഷൻ ലെവൽ ഡള്ളാവാതിരിക്കാനായിട്ട് നിങ്ങൾ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനൽ സ്റ്റേജ് ഈസ് മോക്ക് ഇൻ്റർവ്യൂ എസ്പെഷ്യലി ബാങ്ക് എക്സാംസിന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് SSC എക്സാംസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് GD ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പം അതിൻ്റെ അവയർനെസ്സും ഈ ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് കോച്ചിങ് ആണ് നമുക്കുള്ളത്, ഓഫ്ലൈനും ഓൺലൈനും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിൽ തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ആണെങ്കിൽ നിങ്ങളുടെ ഹോമിൻ്റെ കംഫർട്ടിലിരുന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഓൺലൈനിൽ തന്നേക്കുന്ന നമ്പറിൽ ജോയിൻ ചെയ്ത് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത സ്കീം നോക്കിയാൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന
ആൻഡ് ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫോർ അഗ്രികൾച്ചർ ഇൻഷുറൻസ് ഇൻ ഇന്ത്യ. അതായത് ഇത് അഗ്രികൾച്ചറിൽ അതായത് ഫാർമേഴ്സിനെ തന്നെ എയിം ചെയ്തിട്ടുള്ളൊരു സ്കീമാണ്. ഇത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് ഇൻ ഇന്ത്യ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടപ്പാക്കുന്നത്. ആരാണ്? മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. അപ്പം മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ ആരാ? മിനിസ്റ്റർ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് നരേന്ദ്ര സിംഗ് തോമറാണ്. ആൻഡ് ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. ഓയിൽ സീഡ്സ് ആൻഡ് ഫുഡ് ക്രോപ്സ് ലൈക്ക് സിറിയൽസ്, മില്ലറ്റ്സ് ആൻഡ് പൾസസ് ആർ കവേർഡ്. ഇത്രയും ക്രോപ്സും ഈ സ്കീംസിൻ്റെ അടിയിൽ കവേർഡ് ആയിട്ടുണ്ട്. ആൻഡ് ഈ സ്കീമിൻ്റെ മെയിൻ ഒരു ഇതിങ്ങനെ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോക്കൽ നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ലാൻഡ് സ്ലൈഡ്സ്, hail storms, etc. Calamities leading to a loss of yield like floods, dry spells, drought, etc. and pest infection that causes yield loss. അതായത് വിളവെടുപ്പിനെ തടസ്സപ്പെടുത്തുന്ന ഏതൊരു നാച്ചുറൽ കലാമിറ്റിയും അതുപോലുള്ള കാര്യങ്ങളും വരാൻ നേരം ഫാർമേഴ്സിന് ഫർദർ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന മിനിസ്ട്രി ഓഫ് കൾച്ചർ അഗ്രികൾച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ തന്നേക്കുന്ന കോസസിനുള്ള കോമ്പൻസേഷൻ ഈ സ്കീം വഴി ലഭിക്കുന്നതായിരിക്കും. ഇനി നോക്കിയ അടുത്ത സ്കീം പ്രധാനമന്ത്രി മുദ്ര ലോൺ ബാങ്ക് യോജന ആൻഡ് അനൗൺസ്ഡ് ബൈ അവർ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ വൈൽ പ്രസൻറ്റിംഗ് ദ യൂണിയൻ ബഡ്ജറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ഇയർ 2016. അതായത് ഫൈനാൻഷ്യൽ ഇയർ 2016 ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നിർമ്മല സീതാരാമൻ ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രസൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്ത സ്കീമാണ് ഇത് പ്രധാനമന്ത്രി മുദ്ര ലോൺ ബാങ്ക് യോജന. ആൻഡ് ഇതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? നോക്കിയേ, ദ പർപ്പസ് ഓഫ് മുദ്ര ഈസ് ടു പ്രൊവൈഡ് ഫണ്ടിങ് ടു ദ നോൺ കോർപ്പറേറ്റ് സ്മോൾ ബിസിനസ് സെക്ടർ. അതായത് ചെറുകിട വ്യാപാരം പുരോഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള നോൺ കോർപ്പറേറ്റ് സ്മോൾ ബിസിനസ് സെക്ടറിനെ ഫണ്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി മുദ്ര ലോൺ ബാങ്ക് യോജന സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിലെ മുദ്ര എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം, അതിൻ്റെ ഷോർട്ടായിട്ട് മുദ്ര എന്ന് പറയുന്നതിൻ്റെ ഫുൾ എന്താണെന്ന് ആലോചിച്ചോണം. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഇതിൻ്റെ തീം, ഈ ഒരു തീം അല്ലെങ്കിൽ സ്കീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ തീം എന്ന് പറയുന്നത് ഫണ്ട് ദ അൺഫണ്ടഡ്, അതായത് ഫണ്ട് ലഭിക്കാത്ത ആൾക്കാരെ ഫണ്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ തീം. അപ്പോൾ തീമും ആലോചിച്ച് വെച്ചോണം. ആൻഡ് മുദ്ര ലോൺ ബാങ്ക് യോജനയിലെ മുദ്രയുടെ ഫുൾ ഫോം, എം എന്ന് പറയുന്ന മൈക്രോ, യു എന്ന് പറയുന്ന യൂണിറ്റ്സ്, ഡി ഡെവലപ്മെൻറ്റ് ആൻഡ് ആർ എന്ന് പറയുന്ന റീഫൈനാൻസ് ഏജൻസി. അപ്പോൾ മുദ്രയിൽ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെൻറ്റ് ആൻഡ് റീഫൈനാൻസ് ഏജൻസി. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഇനി നോക്കിയേ, ഈ സ്കീമിൽ 3 കാറ്റഗറീസ് ഉണ്ട് ഇൻ്റർവെൻഷൻസ്, അതായത് ശിശു, കിഷോർ ആൻഡ് തരുൺ. അതായത് 3 സ്കീമുണ്ട്. ഈ സ്കീമിൽ തന്നെ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ശിശു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ലോൺ എടുക്കാൻ പറ്റും? 50,000 രൂപ വരെയുള്ള, അതായത് ബേസ് ശിശു എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെയുള്ള ലെവലായതുകൊണ്ടാണ് ശിശു എന്ന് വിളിച്ചേക്കുന്നത്. ലോൺ അപ് ടു 50,000, 50,000 രൂപ വരെ നമുക്ക് ഈ സ്കീമിൻ്റെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ശിശു വഴി ലോൺ എടുക്കാൻ പറ്റും. ആൻഡ് കിഷോറയിലോ ലോൺ റേഞ്ചിങ് ഫ്രം 50,000 to 5 ലക്ഷം. അപ്പോൾ ഈ കേസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് 50,000 to 5 ലക്ഷം ആയിരിക്കും. അപ്പം ശിശുവിൽ 50,000, കിഷോറയിൽ 50,000 to 5 ലക്ഷം. ആൻഡ് ദ ഫൈനൽ ഈസ് തരുൺ. അപ്പോൾ ഏറ്റവും വലിയ ലോൺ എമൗണ്ട് എടുക്കാൻ പറ്റുന്നത് തരുൺ എന്ന് പറയുന്ന സ്കീം വഴിയാണ്, സബ് സ്കീം വഴിയാണ്. എത്ര എടുക്കാൻ പറ്റും? 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയുള്ള രൂപ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും. എസ്പെഷ്യലി ആർക്കായിരിക്കും? ചെറുകിട വ്യാപാരികൾക്കായിരിക്കും ഇത് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പം ഈ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് സെക്ഷനിൽ അടുത്ത ഗവൺമെൻറ് സ്കീംസുമായിട്ട് കാണുന്നവരേക്കും